ഞായറാഴ്ചയായിട്ട് ഇതേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബോട്ടി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോട്ടിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിന്ന് രാവിലെ കാപ്പിയാണ് ഉണ്ടാക്കണത്, ഇന്ന് ചായ ഉണ്ടാക്കിയില്ല. കുറേ നാളായി കാപ്പിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ കാപ്പിപ്പൊടി ഇന്നലെ വാങ്ങിച്ചായിരുന്നു കടയിൽ പോയപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ചേട്ടന് കാപ്പി എടുത്ത് കുഞ്ഞിനുള്ള പാലങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ചായ ആണെങ്കിലും കാപ്പിയാണെങ്കിലും കടുപ്പം വളരെ കുറഞ്ഞിട്ടേ കുടിക്കുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാപ്പിപ്പൊടി ഇട്ടിട്ട് ചേട്ടന് കാപ്പി കൊടുത്തിട്ട് ഞാനും പിന്നെ കാപ്പിയൊക്കെ കുടിച്ചേട്ടാ. പിന്നെ നമ്മുടെ ബോട്ടി വെന്ത് വരാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പുട്ടിന് കഴിക്കാനായതുകൊണ്ട് കുറച്ച് ചാറോടുകൂടെ വെക്കണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടിനുള്ള പൊടി ഓൾറെഡി വെള്ളത്തിൽ കുറച്ച് കുഴച്ച് ഉപ്പും വെള്ളമൊക്കെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ പുട്ടിലേക്കുള്ള തേങ്ങയും കൂടി ചെരുവി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടി കറിയാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയും സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തേങ്ങ ആ പുട്ടുപൊടിയുടെ കൂടെ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പൂട്ടിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കറി റെഡി ആയിട്ടാണ്. എനിക്ക് ഈ കറിയോട് വലിയ താല്പര്യമില്ല കേട്ടോ, അങ്ങനെ ഇഷ്ടമല്ല ഇത് കഴിക്കാനായിട്ട്. പക്ഷേ എങ്കിൽ ശ്രീയേട്ടന് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പുട്ടിൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇത് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. പിന്നെ ഇതിൽ ഭയങ്കര നെയ്യൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ സമ്മതിക്കാറില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി കേട്ടോ. ഞാനെന്തായാലും കുറച്ച് പുട്ടും കറിയും ചൂടോടുകൂടെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആറിയിട്ട് കഴിക്കാൻ കൊള്ളത്തില്ല, ഒത്തിരി നെയ്യുള്ളത് കൊണ്ട് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്